ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ പ്രസന്ന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മഷ്റൂം, ഇത് ബ്രൗൺ മഷ്റൂമാണ്, മഷ്റൂം തോഫു സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കി നോക്കാം. ഇത് ഓർഗാനിക് തോഫു ആണ്. 500 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഈ മഷ്റൂം 250 ഗ്രാം ആണ് കേട്ടോ. അത് പെസ്റ്റിസൈഡ് ഫ്രീ ആണ്. ഇതിന്റെ ഞാൻ ഇതിന്റെ സ്റ്റെമ്മങ്ങ് റിമൂവ് ചെയ്തെടുത്ത് ഇതിന്റെ അകത്തിരിക്കുന്നില്ല, ആ പൂ പോലെ ഇരിക്കുന്ന അത് നല്ല വെള്ളയാണെങ്കിൽ നല്ല നമ്മൾ അപ്പോഴെടുക്കുന്നതാണെങ്കിൽ വെള്ളയായിരിക്കും. 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇത് ബ്ലാക്കായി. ആ ബ്ലാക്ക് ആണെങ്കിൽ ഞാനതങ്ങ് റിമൂവ് ചെയ്യും. പിന്നെ നല്ല വെള്ള ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് കളയില്ല. ഇതിപ്പോൾ ഞാൻ എല്ലാം റിമൂവ് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവന്നതാണ്. ചൂടുവെള്ളം മഞ്ഞളൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തത്. പിന്നെ നമ്മുടെ തോഫു ഈ വെള്ളം അങ്ങ് കംപ്ലീറ്റ് കളയണം. വെള്ളം കംപ്ലീറ്റ് കളഞ്ഞ ശേഷം നമ്മളൊരു ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തെന്ന് വെച്ചാൽ കംപ്ലീറ്റ് വെള്ളം പോകാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഒരു കിച്ചൺ ക്ലോത്ത് കൊണ്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം ഇങ്ങനെ ഒപ്പിയെടുത്ത ശേഷം അതിനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിതിനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നമ്മളെ വെള്ളം മുഴുവൻ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ. കാരണം പിന്നെ നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിലേ നമുക്ക് കോൺഫ്ലവറും ഉപ്പും ചേർത്ത് പുരട്ടി ഫ്രൈ ചെയ്യാം. വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ ഞാനിതുകൊണ്ട് എല്ലാം ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ വളരെ ചെറിയ പീസാണെങ്കിൽ അത് മാറ്റി ശേഷം അത് ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്യാം. ഒരേപോലെ ഇരിക്കുന്നതല്ല, നമുക്ക് ഒരുമിച്ച് അങ്ങ് ഫ്രൈ. ചിലത് ലാസ്റ്റ് വരപ്പോൾ ചെറുതായി പോകും. പിന്നെ കുറച്ച് ഗാർലിക് ഉണ്ട്, ജിഞ്ചർ വേണ്ട, ഇത് 2 സവാള, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒലീവ് ഓയിലാണ് ഇതിന് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു 3 ചേർക്കാമെന്ന് വിചാരിച്ചു. ഇത് എരിവുള്ളതല്ല. പിന്നെ നമുക്കിനി ഇതിനെ വറുത്തെടുക്കാം. ഇത് ഒലിവ് ഓയിലല്ല, നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒലിവ് ഓയിലല്ല കേട്ടോ, വെജിറ്റബിൾ ഓയിലാണ് ഇതിനെടുക്കുന്നത്. വെജിറ്റബിൾ ഓയിലിനകത്ത് ഇതിനെ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിനെ കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കാം. മുഴുവനും നമുക്കിതിനകത്ത് ഒരുമിച്ചിടാൻ പറ്റില്ല. ഇത്ര എണ്ണയിൽ നമുക്ക് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. നമുക്കിത് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ എത്ര ഇടാൻ പറ്റും അത്ര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് പതുക്കെ ഇടണം, നമ്മൾ തെറിക്കാതെ പതുക്കെ ഇട്ട് കൊടുക്കും. കാരണം അതിലൊരു ചെറിയ ഈർപ്പം ഉണ്ടാവില്ല. അപ്പം നമ്മൾ പതുക്കെ വളരെ സൂക്ഷിച്ചിട്ട് ശേഷം നമ്മൾ 3 മിനിറ്റ് എടുക്കും ഒരു സൈഡ് ഫ്രൈ ആക്കാം. 3 ചിലപ്പോൾ 4. അപ്പോൾ അതെന്ന് വെച്ചാൽ 2 വശവും നല്ല ഫ്രൈ ആക്കി എടുക്കണം. ഒരു ചെറിയ ഗോൾഡൻ കളർ, ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ തിരിച്ചിട്ട് 2 വശവും നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് തട്ടി ഇങ്ങനെ ഇളക്കി നമ്മൾക്ക് ഇടാം. ഇപ്പൊ നമുക്കിതിന് കോരിയെടുക്കാം. കണ്ട 2 സൈഡും ഒരു ചെറിയ ബ്രൗൺ കളർ, ഗോൾഡൻ കളറായി, ചെറിയ ഗോൾഡൻ കളർ. അപ്പം നമ്മൾ ഒരുപാട് നല്ല ഗോൾഡൻ കളർ, നമ്മൾ ഉള്ളിയൊക്കെ വറുക്കുന്ന പോലെ അങ്ങനെ ഗോൾഡൻ കളറല്ല. ഇതിൽ നമുക്ക് കാണാമല്ലോ ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ കോരിയെടുക്കും. ഇത്ര മതി. അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്ത് കോരാം. ഞാനിനി വീണ്ടും കുറച്ചുകൂടി ഇതായിട്ട് കൊടുക്കും. ഇതും അതുപോലെ വറുത്ത് കോരും. നേരത്തെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതെല്ലാം ഇങ്ങനെ വറുത്ത് കോരി എടുത്താൽ മതി കേട്ടോ.
അപ്പോൾ നമ്മുടെ തോഫും എല്ലാം വറുത്ത് കോരി. 3 തവണയായിട്ടാണ് ഞാൻ വറുത്ത് കോരി. പിന്നെ അതേ ഞാൻ ഈ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തത്. നമ്മൾ വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തതല്ല കേട്ടോ. കണ്ടില്ല, തോഫു പോലെ നമ്മളിങ്ങനെ വലിയ പീസായിട്ടാണ് എടുക്കുന്നത്. അത് കട്ട് ചെയ്ത് അതും ഒന്ന് വറുത്ത് കോരണം. വറുത്തങ്ങ് ചുമക്കണ്ട, കുറച്ചൊന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ അത് സോഫ്റ്റായി ഞാൻ അതിങ്ങനെ കോരിയെടുക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതും വറുത്ത് കോരിയെടുക്കും. ഇതിങ്ങനെ റൗണ്ടിനരിഞ്ഞ് എടുത്ത ശേഷം ഇതും ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അത് അല്പസമയം മതി. അതും വറുത്ത് കോരി എടുക്കുക. അപ്പോൾ നമ്മൾ തോഫു വറുത്തു, അത് കഴിഞ്ഞ് നമ്മൾ ഒണിയൻ, അത് കഴിഞ്ഞ് ക്യാപ്സിക്കം, ചെറിയ ക്യാപ്സിക്കം, അതും വറുത്ത് കോരി. നിങ്ങൾക്ക് റെഡ് കളർ, യെല്ലോ കളർ വലിയ ക്യാപ്സിക്കം ഇല്ലേ, അത് വേണമെങ്കിലും ഇടാം. ഒരെണ്ണത്തിൻ്റെ ഹാഫ് എടുക്കാം, വലുതാണ്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഹാഫ് എടുക്കാം നിങ്ങൾക്ക്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഗാർലിക് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ കുറേ എണ്ണം മാറ്റി കേട്ടോ, കാരണം അത് മുഴുവൻ നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാനെടുത്തില്ല, അത്ര വേണ്ട. എന്നിട്ട് ഒരു കുറച്ച് 2-3 ടേബിൾ സ്പൂൺ മതി. ആ ഓയിൽ തന്നെയാണ്, അത് ബാക്കി മാറ്റിയ ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഈ ഗാർലിക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. നല്ല ടേസ്റ്റാണ് ഗാർലിക് നമ്മൾ മഷ്റൂമിൽ കുറേ ഇടുമ്പോൾ. ഗാർലിക് നമ്മൾ മഷ്റൂം വഴറ്റിയതുണ്ടാക്കൂലേ, അതിലുമൊക്കെ നന്നായിട്ട് ചേർക്കും ഗാർലിക്. എന്നിട്ട് ഞാൻ ഈ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുത്തതിൻ്റെ കൂടെ അതിന് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റാം. ഞാനൊരു ചെറിയ പാനിലോട്ടായിരുന്നു ഈ കുറച്ച് ഓയിൽ എടുത്തത്, പക്ഷെ ഇതിനകത്ത് പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഫ്രൈയിങ് പാനിലോട്ട് മാറ്റിക്കൊടുക്കാമെന്നാണ്. കാരണം ഇത് വളരെ വളരെ അങ്ങ് ചെറുത്, എല്ലാം കൂടി ഇനി തോഫും എല്ലാം കൂടി ഇടുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തുനിന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പം ഇതിനെ അങ്ങ് ഫ്രൈയിങ് പാനിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഫ്രൈയിങ് പാനിലോട്ട് മാറ്റിയ ശേഷം നമുക്ക് ഇനി ഞാനിത് കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റി, ഒരു 7 മിനിറ്റ് വഴറ്റി കേട്ടോ. ഞാൻ ടോട്ടലി ഒരു 7 മിനിറ്റാണ് അത് വഴറ്റി. അപ്പം നന്നായിട്ടിത് കുക്കായി. നിങ്ങളൊരു ചെറിയ പീസ് എടുത്ത് കഴിച്ചു നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് 7 മിനിറ്റ് കൊണ്ട് ആയില്ലെങ്കിലോ, അതൊക്കെ ഫ്രൈയിങ് പാനിൻ്റെ ചൂടിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ഇരിക്കുന്നത്, നിങ്ങളുടെ കുക്കർ, ഫ്രൈയിങ് പാൻ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം ചേർത്ത് കൊടുത്തു. തോഫു, വഴറ്റി വെച്ചിരുന്ന തോഫു, അണിയൻ, ക്യാപ്സിക്കം എല്ലാം ചേർത്ത് കൊടുത്ത് അതിനുശേഷം സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വെജിറ്റേറിയൻ ഓയിസ്റ്റർ സോസ്. അത് മറക്കരുത് കേട്ടോ, കാരണം ഇത് വീഗനും വെജിറ്റേറിയൻസിനും എല്ലാം നല്ലൊരു ഓപ്ഷനാണ് ഈ തോഫു. അപ്പം നമ്മൾ വെജിറ്റേറിയൻ ഓയിസ്റ്റർ സോസ്, പിന്നെ പെപ്പർ പൗഡർ, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇത് കൂടുതൽ എരിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, ഒട്ടും എരിയില്ലെങ്കിൽ അല്പം കൂടെ ചേർക്കാം. അപ്പം ഞാൻ ഒരു ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുത്തു. പിന്നെ സോൾട്ട് ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂൺ സോൾട്ട് ചേർത്തു. നിങ്ങൾ കുറച്ച് ചേർത്തിട്ട് നോക്കുക നിങ്ങൾക്ക് വേണ്ടുന്ന ഉപ്പ്, കാരണം ഈ സോസിന് ഉപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്തിട്ട് പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി, വേണോ കൂടുതൽ വേണോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. ഉപ്പെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മളിനി ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്ത ശേഷം ഇതെല്ലാം ഇതിനകത്ത് പിടിക്കണ്ടേ. എല്ലാം ഒന്ന് കുക്ക് ചെയ്ത ശേഷം നിങ്ങൾ ലാസ്റ്റിലൊരു അല്പം സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞതും കൂടി ചേർത്താൽ തീർന്നു, കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുതേ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം, ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ തോഫു റെഡിയാണ്. വളരെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും.
ഇത് ചപ്പാത്തിക്കും ബ്രെഡിനും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. അപ്പം ടാറ്റാ, ബൈ.